ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂർ പോയപ്പോഴത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറേ ദിവസമായി കാഴ്ച കിടക്കുന്നത്. അപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ട് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്യണ്ട. നമ്മളിപ്പോൾ കോയമ്പത്തൂരാണ് പോണത്. കോയമ്പത്തൂർ നമുക്ക് ചെന്നൈക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു സ്പോട്ടിലാണ്. കോയമ്പത്തൂർ കുനിയമ്പത്തൂർ ഹോട്ടലിൽ നമ്മൾ ഒരു ചോറ് കഴിക്കാൻ വേണ്ടി കുറേ അലഞ്ഞു. ഇവിടെ അടുത്ത് എവിടെയും ഏത് ഹോട്ടലും ഊണ് കിട്ടാൻ വഴിയില്ല. പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു ചെറിയ തട്ടുകടമാതിരി ഒരു വണ്ടിയിൽ ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി എന്തൊക്കെയുണ്ട് ചോദിച്ചപ്പോൾ ബീഫ്, ചിക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ വിലയുള്ളൂ. സംഭവം എന്നാൽ എന്തോ ആയിക്കോട്ടെ എന്നുകൊണ്ട് നമ്മളൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഈ സ്ഥലത്തിന് എടയർപാളയം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് കണ്ടപ്പോൾ അവർ വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ വീഡിയോ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നും വിചാരിക്കണ്ട, പേടിക്കണ്ട. നമ്മൾ ഇങ്ങനെ പോണ സ്ഥലത്തൊക്കെ ഭക്ഷണം കഴിക്കിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനാണ്, പേടിക്കാനെന്നില്ല പറഞ്ഞു. അപ്പോൾ ഓക്കെ ഡീൽ എന്ന് പറഞ്ഞ അയാൾ. അപ്പോൾ നമ്മളിതാ ബിരിയാണി ഓർഡർ ചെയ്ത് ബീഫ് ചില്ലിയും പറഞ്ഞിട്ടാ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ വെയിറ്റിംഗ്. അപ്പോൾ നമ്മൾ ബിരിയാണി കിട്ടിയിട്ടാ. ബീഫൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വന്നിട്ടൊക്കെ ഉണ്ട്. അരി നമ്മൾ ചെറിയ വിലയായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വലിയ രീതിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്കുള്ള റേറ്റ് അവർ വാങ്ങുള്ളൂ. ആവറേജ് ബിരിയാണിയാണ്, കുഴപ്പമില്ല, കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ബിരിയാണി വീട്ടിൽ ഏറ്റവും കൂടുതൽ കമ്പനി വരുന്നത് ഇത് ഉപ്മാവാണ്, പിന്നെ മുളക് പൊടി ഇട്ടാണ്, അങ്ങനെയൊക്കെ പല കമ്പനി. പക്ഷേ തമിഴ്നാട് ബിരിയാണിയാണ്, ഇവിടുത്തെ സ്റ്റൈൽ ഇതാണ്. പിന്നെ നിങ്ങൾ തൃശ്ശൂരിൻ്റെ അപ്പുറത്തേക്കുള്ളവിടെയൊക്കെ വൈറ്റ് കളറിലായിരിക്കും ബിരിയാണി വരിക. പക്ഷേ ഇവിടുത്തെ സ്റ്റൈൽ ഇങ്ങനെയാണ് ഇവിടുത്തെ ബിരിയാണി എന്ന് പറയാം. മറ്റേതിന് കുഷ്ക എന്നാണ് പറയുക, വൈറ്റ് റൈസിന് ഗീ റൈസ് എന്നാണ് പറയുക. അങ്ങനെ നമ്മൾ പറഞ്ഞ ബീഫ് ചില്ലി എത്തിയിട്ടുണ്ട് കേട്ടോ. ചില്ലി എപ്പി ഇருக்கு பாரு. ഇതാണ് ബീഫ് ചില്ലി. ചില്ലി എങ്ങനെയുണ്ടോ? நல்லா இருக்கா? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പോയിട്ട് വാ. ശരി. ഞങ്ങൾ ബിരിയാണി കഴിച്ച് നിൽക്കുന്നു. ഞങ്ങൾ പോവാണ് കേട്ടോ.